എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാടിൻ്റെ കഥകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയവും വിറയലും ഉണ്ടാക്കാറുണ്ട്. നിഗൂഢമായ കാടിൻ്റെ നിശബ്ദതയും അവിടെ ഒളിഞ്ഞിരിക്കുന്ന വന്യമായ അപകടങ്ങളും അതിനെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ രക്തം പോലും തണുത്തുറഞ്ഞതുപോലെ തോന്നും. ഇന്നത്തെ ഈ കഥയും അത്തരത്തിലുള്ള ഒന്നാണ്. ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ആസാമിലെ ഇടതൂർന്ന കാടുകൾക്കും മൈലുകളോളം പരന്നു കിടക്കുന്ന ചായത്തോട്ടങ്ങൾക്കും നടുവിലേക്കാണ്. കഥ നടക്കുന്നത് ഒരു വേനൽക്കാലത്താണ്. സൂര്യൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഭൂമിയെ ചുട്ടുപൊള്ളിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ആസാമിലെ ചായത്തോട്ടങ്ങൾക്ക് മുകളിലൂടെ വീശുന്ന കാറ്റിൽ പോലും കൊടും ചൂടിൻ്റെ ഗന്ധമായിരുന്നു. വലിയ മരങ്ങൾക്കിടയിലൂടെയും മുളങ്കാടുകൾക്കിടയിലൂടെയും കടന്നു പോകുമ്പോൾ ആ കാറ്റിന് നേരിയ തണുപ്പുണ്ടെങ്കിലും പുറത്ത് വെയിലിൽ അതും അസഹനീയമായി തോന്നും. തേയിലച്ചെടികളുടെ തീക്ഷ്ണമായ ഗന്ധവും മണ്ണിൻ്റെ മണവും വായുവിൽ അലിഞ്ഞു ചേർന്ന് ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു അവിടെ അപ്പോൾ രൂപപ്പെട്ടിരുന്നത്. ആസാമിലെ ഈ പ്രദേശം അതിൻ്റെ വന്യജീവി സമ്പത്തിനും നിഗൂഢമായ കാടുകൾക്കും പണ്ടേ പേര് കേട്ടതാണ്. പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ സൂര്യതാപം, കാടിൻ്റെ നിഴലിലെ തണുപ്പും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനും മൃഗവും തമ്മിലുള്ള പോരാട്ടത്തെ കൂടുതൽ അപകടകരമാക്കി. കാട് ഒരു വശത്ത് ശാന്തമാണെന്നും സുരക്ഷിതമാണെന്നും തോന്നുമെങ്കിലും ആ ശാന്തതയ്ക്ക് പിന്നിൽ എപ്പോഴും ഒരു വലിയ ഭയം പതുങ്ങിയിരിപ്പുണ്ടാകും. മരങ്ങൾക്കിടയിലെ ചെറിയൊരനക്കം പോലും, ഉണങ്ങിയ ഇലകൾ വീഴുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു ശബ്ദം പോലും നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയാക്കാൻ മതിയാകും. ആ കാടുകൾക്കിടയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആരോ ഒരാൾ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള ഈ പ്രദേശത്താണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. തൻ്റെ ധൈര്യവും ബുദ്ധിയും കൊണ്ട് മാത്രം ഒരു നരഭോജിക്കടവയുടെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മനുഷ്യൻ്റെ കഥ. പ്രശസ്തനായ എഴുത്തുകാരനായ ചാൾസ് മോറിസാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. കൊടും വെയിലുള്ള ഒരു ദിവസമായിരുന്നു അത്. ആകാശത്തു നിന്നും തീക്കനലുകൾ മഴയായി പെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആസാമിലെ ഡിബ്രുഗഡിനടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിലായിരുന്നു അപ്പോൾ. സൂര്യൻ തൻ്റെ മുഴുവൻ കരുത്തോടെയും ആകാശത്ത് ജ്വലിച്ചു നിൽക്കുകയാണ്. അവിടേക്ക് വീശുന്ന കാറ്റിലാകെ ചൂട് പടർന്നിരിക്കുന്നു. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഒരു വലിയ ഭാരം നെഞ്ചിൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. എൻ്റെ സുഹൃത്തായ കേണൽ കാൾസൺ അവിടുത്തെ ആ തേയിലത്തോട്ട കമ്പനിയിലെ മാനേജറായിരുന്നു. അവൻ്റെ ബംഗ്ലാവിൽ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. അവിടെ ഗസ്റ്റ് ഹൗസ് അതിഥികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓരോ മുറിയിലും ആളുകൾ. എനിക്കൊന്ന് നിൽക്കുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് താമസിക്കുവാൻ മറ്റൊരു ബംഗ്ലാവിൽ സൗകര്യമൊരുക്കി തന്നു. കാൾസൻ്റെ ഡെപ്യൂട്ടി മാനേജറുടെ കീഴിലുള്ള ഒരു ബംഗ്ലാവായിരുന്നു അത്. 2 ബംഗ്ലാവുകളും തമ്മിൽ ഏകദേശം 100 വാര ദൂരമുണ്ട്. എങ്കിലും ഫാക്ടറിയുടെ അടുത്തുള്ള ആ ചെറിയ ബംഗ്ലാവ് ചായത്തോട്ടത്തിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു. 2 ബംഗ്ലാവുകൾക്കും ഇടയിലായി വലിയ മരങ്ങൾ നിറഞ്ഞ ഒരു കാടുണ്ട്. മരങ്ങൾ അത്രയും ഇടതൂർന്നു വളർന്നതുകൊണ്ട് തന്നെ ഒരു ബംഗ്ലാവിൽ നിന്ന് നോക്കിയാൽ മറ്റേ ബംഗ്ലാവ് കാണുവാൻ കഴിയില്ല. വൈകുന്നേരമായാൽ ആ സ്ഥലം ശരിക്കും വിജനമായി മാറും. ആ വലിയ മരങ്ങൾ അവിടെയുള്ള എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമായി വിഴുങ്ങുകയാണോ എന്ന് പോലും തോന്നിപ്പോകും. അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അല്പനേരം ഒന്ന് വിശ്രമിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അസഹനീയമായ ചൂട് കാരണം ഉറക്കം പോലും വന്നില്ല എന്നു മാത്രമല്ല, ഉറക്കത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ആ സമയത്ത് തോന്നിയില്ല. അന്ന് തന്നെയാണ് ഞങ്ങൾ ആ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അന്ന് രാവിലെയാണ് ആ വാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. അത് ഇതാണ്:
ഞങ്ങളുടെ തോട്ടത്തിനടുത്തുള്ള മറ്റൊരു എസ്റ്റേറ്റിലാണ് ഈ സംഭവം നടന്നത്. എവിടെ നിന്നോ ഒരു നരഭോജിയായ കടുവ അവിടേക്ക് വന്നെത്തി. അവിടെയുള്ള ഒരു ജോലിക്കാരിയായ സ്ത്രീയെ അത് കൊന്നു. വലിച്ചിഴച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ കടുവയുള്ളത് അവിടെ പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ അവിടേക്ക് നരഭോജി ഇറങ്ങിയത് അവിടെ വലിയ ഭീതിയും ഭയാനകമായ അന്തരീക്ഷവുമാണ് സൃഷ്ടിച്ചത്. ഈ ജില്ലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നരഭോജി കടുവ ഇറങ്ങുന്നതും ഒരു സ്ത്രീയെ കൊന്നു എന്ന വാർത്ത അവിടെയെല്ലാം പരക്കുന്നതും. ഈ വാർത്ത അറിഞ്ഞതോടെ അവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരുമെല്ലാം വലിയ പരിഭ്രാന്തിയിലായി. കടുവയെ കൊല്ലുന്നതുവരെ തോട്ടങ്ങളിൽ പണിക്കിറങ്ങില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ആർക്കും പണമല്ല, സ്വന്തം ജീവനായിരുന്നു വലുത്. ജീവനുണ്ടെങ്കിലേ പണമുള്ളൂ എന്ന ചിന്തയിലായിരുന്നു അവിടെയുള്ള ആളുകൾ. ഇതായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വിഷയത്തെപ്പറ്റിയായിരുന്നു ഞങ്ങളവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ വിശ്രമമെല്ലാം മാറ്റിവെച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഉച്ച കഴിഞ്ഞ് ഈ കഠിനമായ ചൂട് അല്പം കുറഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള എസ്റ്റേറ്റിലേക്ക് പോകണം. അവിടുത്തെ മാനേജറായ കാർട്ടറെ കാണണം. കാർട്ടർ ഒരു പഴയ വേട്ടക്കാരനാണ്. അവനെ കണ്ട് അവനോട് ഈ നരഭോജിയെപ്പറ്റി കൂടുതൽ സംസാരിക്കണം. നരഭോജിയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ അപ്പോൾ കിട്ടും. ചിലപ്പോൾ ഈ കടുവയെപ്പറ്റിയുള്ള വാർത്ത അവനും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവൻ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടിയുള്ള മാച്ചാണെല്ലാം കിട്ടുന്നതിൻ്റെ തിടുക്കത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ വേട്ടയിൽ നമുക്കും പങ്കുചേരാമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. എനിക്കായി ഒരുക്കിയിട്ട ആ ബംഗ്ലാവിലേക്ക് പോകുവാൻ സമയമായി. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ അവിടേക്ക് പോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബംഗ്ലാവിലേക്ക് പോകേണ്ടതുണ്ട്. എൻ്റെ കൈവശം തോക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാൾസണോട് ഇത് ചോദിച്ചത്. കാൾസൺ, ഞാൻ തോക്കെടുത്തിട്ടില്ല. ഞാൻ തോക്കില്ലാതെ അവിടേക്ക് പോകുന്നത് ശരിയാണോ? ഇനി എങ്ങാണം ആ കടുവ എൻ്റെ വഴിയിൽ വന്നാലോ? കാൾസൺ ഉറക്കെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്ത് പേടിക്കാനാണ്? ആ കടുവ ഇതിനോടകം തന്നെ ഈ പ്രദേശം വിട്ടു പോയിട്ടുണ്ടാകും. പോയില്ലെങ്കിൽ തന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അതെങ്ങനെ വരാനാണ്? കാടിൻ്റെ തണുപ്പുള്ള തണൽ വിട്ടിട്ട് അവൻ പുറത്തിറങ്ങാൻ ഒരു സാധ്യതയുമില്ല. അയാളുടെ വാക്കുകളിലെ ആത്മവിശ്വാസം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ പേടി പതുക്കെ മാറി. അങ്ങനെ കാൾസണോട് ഒരു ബൈ പറഞ്ഞതിന് ശേഷം ഞാൻ പതിയെ ആ കാട്ടുപാതയിലൂടെ ഏകനായി ഞാൻ നടന്നു. വെയിൽ അതിശക്തമാണ്. മരങ്ങളുടെ നിഴലുകൾ വഴിയിലാകെ വിചിത്രമായ രൂപങ്ങൾ തീർത്തിരിക്കുന്നു. കാറ്റ് തീരെയില്ല. വായുവിൽ ഈർപ്പവും ചൂടും കലർന്ന ഒരു വല്ലാത്ത ശ്വാസം മുട്ടൽ. എൻ്റെ വസ്ത്രങ്ങൾ വിയർപ്പിൽ എൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേരുന്നു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും കാടിനുള്ളിലൂടെയല്ല, കനത്ത ഒരു തീച്ചൂളയ്ക്കുള്ളിലൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകും. അത്രയും ചൂടാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. പെട്ടെന്ന് എനിക്ക് ചുറ്റും നിശബ്ദമായി. ഇടതുവശത്തുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു അനക്കം ഞാൻ കേട്ടു. അത് കേൾക്കുന്നത് ഏകദേശം 30 വാര അകലെ നിന്നുമാണ്. ഞാൻ ഒരു നിമിഷം അവിടെ നിലച്ചു നിന്നു. അവിടെ തറഞ്ഞു നിന്നതുപോലെ തോന്നി. എൻ്റെ ഹൃദയം അലറുന്നുണ്ടായിരുന്നു. നോക്ക്, അവിടെ എന്തോ ഉണ്ട്. പക്ഷേ ബുദ്ധി പറഞ്ഞു, നിൽക്കരുത്, വേഗത്തിൽ നടക്കൂ എന്ന്. ഞാൻ ബുദ്ധി പറയുന്നത് കേട്ടു. ഞാൻ വേഗത്തിൽ നടന്നു. ഇന്ന് ഞാൻ തലയിൽ തൊപ്പി പോലും വെച്ചിരുന്നില്ല. വെയിൽ നേരിട്ട് എൻ്റെ തലയിലേക്കാണ് അടിക്കുന്നത്. വെയിലേറ്റ് തല കറങ്ങുമോ എന്ന് ഞാൻ ഭയന്നു. അങ്ങനെ വേഗത്തിൽ നടന്ന് ഞാൻ സെൻട്രൽ ഫാക്ടറി ഗേറ്റിൻ്റെ മുന്നിലെത്തി. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ വിടർന്നു. ശ്വാസം നിലച്ചുപോയി. അവിടെ ആ ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയുടെ മധ്യത്തിൽ അവൻ ഇരിക്കുന്നു, ആ നരഭോജി കടുവ. അവൻ തിരഞ്ഞെടുത്ത സ്ഥലം നോക്കണേ. ഒളിച്ചിരിക്കുവാൻ ഒരു മരമോ ചെടിയോ പോലും ഇല്ലാത്ത തുറന്ന പ്രദേശം. അവൻ കൃത്യമായി എന്നെ കാത്തിരിക്കുന്നത് പോലെ. മനുഷ്യനെ പോലെ ഇത്ര കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ ഒരു മൃഗത്തിന് കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും അതുവരെ വിചാരിച്ചിരുന്നില്ല. അവൻ എന്നെ പിന്തുടരുകയായിരുന്നു. എൻ്റെ ലക്ഷ്യസ്ഥാനം അവൻ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവൻ എനിക്ക് മുന്നേ ഇവിടെ വന്ന് താവളമടിച്ചത്. കടുവയുടെ കണ്ണുകൾ ഇപ്പോൾ എൻ്റെ നേരെയാണ്. ഞാൻ അവിടെ മരവിച്ചു നിന്നു. അവൻ പതുക്കെ ശരീരം താഴ്ത്തി. ഒരു വളർത്തുപൂച്ച ഇരയെ പിടിക്കാൻ ശരീരം വെട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ അവൻ്റെ കാലുകളിൽ ഊന്നിയിരുന്നു. അവൻ്റെ വാല് പതുക്കെ വശങ്ങളിലേക്ക് ആട്ടുന്നുണ്ട്. അത് ഇരയ്ക്ക് കൊടുക്കുന്ന വലിയ മുന്നറിയിപ്പാണ്. ഇനിയും ഏതു നിമിഷവും എൻ്റെ നേരെ ഒരു ചാർജ് പ്രതീക്ഷിക്കാം.
എൻ്റെ ഹൃദയം തൊണ്ടക്കുഴലിൽ വന്ന് മുട്ടുന്നു. ഞാൻ പതുക്കെ കണ്ണുകൾ വശങ്ങളിലേക്ക് തിരിച്ചു. ഫാക്ടറിയുടെ ഗേറ്റ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാനും വാര അകലെയാണ്. ആ ഗേറ്റിനുള്ളിലേക്ക് ഓടിക്കയറാം എന്ന് ഞാൻ കരുതി. പക്ഷേ ആ ഗേറ്റിൽ ഒരു വലിയ പൂട്ട് തൂങ്ങിക്കിടക്കുന്നു. ഇന്ന് അവധിയാണല്ലോ. ഫാക്ടറിയിൽ ഒരാൾ പോലും കാണില്ല. ഒരു സഹായവും കിട്ടില്ല. എൻ്റെ നിലവിളി പോലും ആരും കേൾക്കുവാനും പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനിയും ഏതാനും നിമിഷത്തിനുള്ളിൽ മരിക്കും എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്നോ ഒരു ഊർജം പ്രവഹിച്ചു. ഒരു അഡ്രിനൽ റഷ്. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ അസാധാരണമായ പലതും ചെയ്തു പോകും. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞോടുവാൻ തിരിഞ്ഞോടുകയും ചെയ്തു. കടവയുടെ മുന്നിൽ ഓടിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ആ നിമിഷം എനിക്ക് മറ്റൊരു വഴികളുമില്ലായിരുന്നു. കുറച്ച് ചുവടുകൾ ഓടിയപ്പോഴാണ് ഫാക്ടറി ഭിത്തിക്ക് സമീപം കിടക്കുന്ന ഒരു പഴയ ബോയിലർ ഞാൻ കണ്ടത്. അത് മാറ്റിവെച്ചതായിരുന്നു. ഭാഗ്യത്തിന് അതിൻ്റെ ഭാഗം തുറന്നു കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ അവിടേക്ക് ഓടുകയും അതിൻ്റെ അരികിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. വളരെ വേഗം തന്നെ മണ്ണിലേക്ക് കിടന്ന് ആ ബോയിലറിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ഒരു ശ്രമം നടത്തി. എൻ്റെ തലയും തോളും ആ ബോയിലറിൻ്റെ ഉള്ളിലേക്ക് കടത്തി. അതിൻ്റെ വട്ടഭാഗം വെറും 1.5 അടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ വിടവിലൂടെ ഞാൻ ഉള്ളിലേക്ക് വളരെ പ്രയാസപ്പെട്ട് നിരങ്ങി കയറി. അങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിൽ വലിയൊരു വേദന അനുഭവപ്പെട്ടു. ഞാൻ ഉറപ്പിച്ചു കടുവയുടെ കൂർത്ത നഖങ്ങൾ എൻ്റെ കാലിലേക്ക് ആഴത്തിൽ ഇറക്കിയെന്ന്. ആ ഭയത്തിൽ എൻ്റെ ശക്തിയെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇരട്ടി വേഗത്തിൽ ഉള്ളിലേക്ക് കയറുവാൻ തുടങ്ങി. എൻ്റെ നെഞ്ചും വയറും ആ ഇരുമ്പ് ഭിത്തിയിൽ ഉരഞ്ഞു പൊട്ടി. എങ്ങനെയോ ഞാൻ മുഴുവനായും ആ ബോയിലറിനുള്ളിലേക്ക് സുരക്ഷിതമായി കയറ്റി. എനിക്കറിയാം പുറത്തു മരണം എന്നെ കാത്തിരിക്കുകയാണെന്ന്. എന്നെ സഹായിക്കുവാൻ ഇവിടേക്ക് ആരും വരികയില്ല എന്നും എനിക്കറിയാം. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ അതിനുള്ളിൽ അങ്ങനെ ഇരുന്നു. ആ ബോയിലറിലെ അവസ്ഥ ഞാൻ എങ്ങനെ വിവരിക്കാനാണ്? അതൊട്ടും സുഖകരമായിരുന്നില്ല. കടുവയുടെ മുഖത്തു നിന്നും മാക്സിമം ദൂരം പാലിക്കുവാൻ വേണ്ടി ഞാൻ വളരെ വിചിത്രമായ ഒരു രീതിയിലാണ് അതിനുള്ളിൽ നിന്നിരുന്നത്. ഒരു കൈയും കാലും ബോയിലറിൻ്റെ ഒരു ഭിത്തിയിലും മറു കൈയും കാലും വാവട്ടത്തിൻ്റെ ഭാഗത്തും ചവിട്ടി പിടിച്ച് എൻ്റെ നട്ടെല്ല് ബോയിലറിൻ്റെ ആ തണുത്ത ഇരുമ്പ് ഭിത്തിയിൽ അമർത്തി കഴുത്ത് ഏതാണ്ട് മുട്ടോളം താഴ്ത്തിയാണ് ഞാൻ അതിനുള്ളിലിരുന്നത്. ഇതൊരു ഭീകരമായ അവസ്ഥയാണെങ്കിലും എൻ്റെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസമുണ്ടായിരുന്നു. ആ കടുവയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ? അവനെ കണ്ട നിമിഷം മുതൽ ഇവിടം വരെ വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് ഞാൻ എത്തിയത്. അതും ഒരു മിന്നൽ പോലെ സംഭവിച്ചു. പക്ഷേ ബോധം വീണപ്പോഴാണ് ആ വലിയ അപകടത്തെക്കുറിച്ച് ഞാൻ ഓർത്തത്. ഞാൻ അകത്തേക്ക് കയറിയതുപോലെ ആ കടുവയ്ക്കും ഉള്ളിലേക്ക് വരാൻ സാധിക്കും. അത്രയും വലിപ്പമുണ്ടായിരുന്നു ആ ബോയിലറിൻ്റെ വാവട്ടത്തിന്. ചിന്ത വന്നതോടെ എൻ്റെ ശരീരം ആകെ വിറച്ചു. പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി. ഞാനത് അങ്ങ് ചെയ്യുകയും ചെയ്തു. ഞാൻ അതേ നിൽപ്പിൽ തന്നെ എൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് ബോയിലറിൻ്റെ വാഭാഗത്തേക്ക് തള്ളി. ഉള്ളിൽ നിന്നും തറയിൽ ചവിട്ടി പിടിച്ചും തോളുകൊണ്ട് ഉന്തിയും ഞാനത് തള്ളി നീക്കി. എത്രത്തോളം ശക്തി ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ആ കനത്ത ഇരുമ്പ് ബോയിലർ ഒന്ന് നീങ്ങി. വലിയൊരു ശബ്ദത്തോടെ അതിൻ്റെ വായുഭാഗം കടുപ്പമുള്ള മണ്ണിലേക്ക് പോയി ഉറച്ചു. അതോടെ ഉള്ളിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതായി മാറി. എന്നാൽ അതിനുള്ളിലെ അവസ്ഥ കത്തുന്ന ഒരു തന്തൂരി അടുപ്പിനുള്ളിൽ പെട്ടതുപോലെയായിരുന്നു. അടച്ചു പൂട്ടിയ സ്ഥലം, കെട്ടിക്കിടക്കുന്ന ചൂടുവായു, ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഓരോ ശ്വാസവും വലിയ ഭാരമായാണ് എനിക്ക് തോന്നിയത്. അടുത്ത നിമിഷം ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു. മനസ്സിൽ പലവിധ ചിന്തകൾ വരാൻ തുടങ്ങി. കടുവയ്ക്ക് എന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ചൂടുകൊണ്ട് ഞാൻ കൊല്ലപ്പെടും എന്ന് ഞാൻ ഭയന്നു. ഇനി അവൻ പുറത്തു നിന്നും മണ്ണ് കുഴിക്കാൻ തുടങ്ങിയാലോ? ആ ഒരു പേടി വന്നതോടെ മറ്റ് ചിന്തകളെല്ലാം മറഞ്ഞു. ആ കൊലയാളി മൃഗം തീർച്ചയായും എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അവൻ്റെ അനക്കം കേൾക്കുവാൻ വേണ്ടി ഞാൻ ശ്വാസം അടക്കി പിടിച്ച് ഏതാനും സെക്കൻഡുകൾ കാത്തിരുന്നു. പക്ഷേ എനിക്ക് ആ സെക്കൻഡുകൾ യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. ബോയിലറിനുള്ളിൽ എൻ്റെ കിതപ്പല്ലാതെ മറ്റൊന്നും കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പുറത്ത് കടുവ എത്തിയോ എന്ന് ഞാൻ ചിന്തിച്ചു. ആ ഇരുമ്പ് ഭിത്തി കത്തുന്ന കണൽ പോലെ ആയിക്കഴിഞ്ഞിരുന്നു. എൻ്റെ ശരീരം എവിടെയൊക്കെയോ അതിൽ തട്ടുന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം വെന്തുരുകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ നട്ടെല്ല് വേദനിക്കാൻ തുടങ്ങിയതോടെ ഒന്നനങ്ങി ആശ്വാസം കണ്ടെത്താമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ചെറിയൊരു അനക്കം പോലും അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദം പോലും
പുറത്തെ ആ കടുവയുടെ ശ്രദ്ധ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും. എങ്കിലും ഞാൻ എൻ്റെ ഒരു കാൽ ഒന്ന് അനക്കിയതേ ഉള്ളൂ. പെട്ടെന്ന് ബോയിലറിൻ്റെ വാവട്ടത്തിലൂടെ ചൂടുള്ള ഒരു വായു അകത്തേക്ക് പ്രവഹിച്ചു. അതിനോടൊപ്പം വല്ലാത്ത ഒരു ഗന്ധവും. മരങ്ങൾ അനങ്ങുന്നതോ മണ്ണിൻ്റെ ശബ്ദമോ ഞാൻ കേട്ടില്ല. പക്ഷേ ആ രക്തത്തിൻ്റെയും വന്യമൃഗത്തിൻ്റെയും മണം അത് പറഞ്ഞു തന്നു അവൻ അരികിൽ ഇരിപ്പുണ്ടെന്ന്. ശ്വാസം കിട്ടാതെ പിടയുന്ന എൻ്റെ ശ്വാസകോശത്തിലേക്ക് ആ ദുർഗന്ധം കൂടി എത്തിയതോടെ എൻ്റെ സർവ്വശക്തിയും ചോർന്നു പോയി. ഇങ്ങനെ പോയാൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് എൻ്റെ തലയ്ക്ക് തൊട്ടടുത്തായി വെറും 2 അടി മാത്രം അകലെ ആ കടുവ മുരളാൻ തുടങ്ങിയത്. അവൻ്റെ ആ മുരളുന്ന ശബ്ദമുണ്ടല്ലോ, അത് ഇരുമ്പ് ഭിത്തികൾ തുളച്ച് എൻ്റെ കാതിലേക്ക് വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നി. അതുകൂടി കേട്ടതോടെ ഞാനൊന്ന് ആകെ വിറച്ചുപോയി. എൻ്റെ ശ്വാസത്തിൻ്റെ താളം തെറ്റി. ഞാനൊന്ന് കാല് മാറ്റിയപ്പോൾ ആ പുറത്തേക്ക് വിട്ട ശബ്ദം അവനെ പ്രകോപിപ്പിച്ച് കാണണം. തൊട്ടടുത്ത നിമിഷം തന്നെ ബോയിലറിൽ ഒരു വലിയ പ്രഹരം നടത്തി. എൻ്റെ തല ഇരുമ്പ് ഭിത്തിയിൽ ഇടിച്ചു. കണ്ണുകൾക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ മിന്നിമറഞ്ഞു. അവൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് ആ ബോയിലറിൽ മാന്തിയിരിക്കുകയാണ്. വളരെ വിദഗ്ധനായ ഒരു വേട്ടക്കാരനെ പോലെ അവൻ തൻ്റെ കൈ പതുക്കെ ആ ഇരുമ്പ് ബോയിലറിൻ്റെ വായ്ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് കയറ്റാൻ തുടങ്ങി. ബോയിലറിൻ്റെ ഇരുമ്പ് വശങ്ങളിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം കേൾക്കാം. പതിയെ ആ കൈ നീണ്ട് എൻ്റെ മുഖത്തിൻ്റെ മുന്നിലെത്തി, തൊട്ടു മുന്നിൽ. ആ നിമിഷം എൻ്റെ നെറ്റിയിൽ നിന്നും ഒരു തുള്ളി വിയർപ്പ് നേരെ അവൻ്റെ കൈയിലേക്ക് വന്നു വീണു. ഒരു നിമിഷം ആ കൈ അവിടെ നിശ്ചലമായി. എന്നിട്ട് പതുക്കെ പുറത്തേക്ക് വലിച്ചു. പക്ഷേ അത് അവസാനിച്ചിരുന്നില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ആ കൈ വീണ്ടും ഉള്ളിലേക്ക് വന്നു. ഇത്തവണ അവൻ്റെ നഖങ്ങൾ ഇരുമ്പ് ഭിത്തിയിൽ ഉരസുന്ന ശബ്ദം വ്യക്തമായി തന്നെ കേൾക്കാൻ കഴിഞ്ഞു. ആ ബോയിലറിൻ്റെ ഉള്ളിൽ അവൻ്റെ ഇര എവിടെയോ ഇരിക്കുന്നുണ്ടെന്ന് അവനറിയാം. അതെവിടെയാണെന്നറിയുവാൻ വേണ്ടിയാണ് അവൻ്റെ കൈകളിട്ട് അവൻ തപ്പി നോക്കുന്നത്. 2ാമത്തെ പ്രാവശ്യവും അവന് എന്നെ തൊടാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും അവൻ്റെ കൈ പിറകിലേക്ക് വലിച്ചു. അതിനുശേഷം അവൻ വീണ്ടും മുരളി. അവൻ്റെ ആ മുരൾച്ചയിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ തോൽവി സമ്മതിക്കുന്ന ഒരു വല്ലാത്ത നിരാശയുണ്ടായിരുന്നു. പെട്ടെന്ന് ബോയിലറിൻ്റെ വായ്ഭാഗത്ത് ഒരു പ്രകാശം വന്നു. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു. അതോടൊപ്പം ആ വല്ലാത്ത ഗന്ധം വീണ്ടും നിറഞ്ഞു. എനിക്ക് മനസ്സിലായി, അവൻ ബോയിലറിനോട് ചേർന്ന് വശം തിരിഞ്ഞ് കിടക്കുകയാണ്. ശരീരം ബോയിലറിനോട് പരമാവധി ചേർത്ത് അവൻ്റെ കൈ പരമാവധി ഉള്ളിലേക്കിടുവാൻ നോക്കുകയാണ്. ആ ഇരുട്ടിൽ ഞാൻ ആകെ ഒതുങ്ങിക്കൂടി. ഒരു വശത്ത് വെന്തുരുകുന്ന ഇരുമ്പ് ഭിത്തി, മറുവശത്ത് മരണത്തിൻ്റെ ആ കൈ, നടുവിൽ എൻ്റെ ശ്വാസം മാത്രം. ചൂണ്ടയിൽ കുടുങ്ങിയ മീനെ വലിച്ചെടുക്കുന്നത് പോലെ എന്നെ പുറത്തേക്ക് എത്തിക്കുവാൻ അവൻ എല്ലാ വഴികളും നോക്കി. പെട്ടെന്ന് അവൻ്റെ കൈയുടെ പുറംഭാഗം എൻ്റെ കാലിൽ തട്ടി. എൻ്റെ ശരീരം ആകെ വിറച്ചുപോയി. ആ സ്പർശനം വല്ലാത്ത ഒന്നായിരുന്നു. ഒരു ബ്രഷ് കൊണ്ട് പതുക്കെ തടവുന്നത് പോലെ. അടുത്ത നിമിഷം തന്നെ എൻ്റെ നിക്കറിൻ്റെ ഒരു വലിയ കഷ്ണം തന്നെ അവൻ കീറിയെടുത്തു. അവൻ വായ്ഭാഗത്തു നിന്നും മാറിയപ്പോൾ വീണ്ടും കുറച്ച് വെളിച്ചം അകത്തേക്ക് കയറി. വീണ്ടും അവിടെ ഇരുട്ടായി. എൻ്റെ തൊണ്ട വറ്റി വരണ്ടു. വീണ്ടും അവൻ്റെ കൈ ഉള്ളിലേക്ക് വന്നു. ഇത്തവണ കാലിൽ ഉരസിക്കൊണ്ട് അവൻ്റെ നീളൻ നഖങ്ങൾ എൻ്റെ ഷർട്ടിൽ കൊളുത്തി. കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ ഷർട്ടിൻ്റെ ഒരു വലിയ ഭാഗം അവൻ കീറി പുറത്തേക്ക് വലിച്ചു. പിന്നെ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് പുറത്ത് വസ്ത്രം കീറിപ്പറിക്കുന്ന ശബ്ദമാണ്. ആ കഷ്ണങ്ങളോടെ അവൻ്റെ ദേഷ്യം തീർക്കുകയാണ്. എൻ്റെ ഷർട്ട് കീറിപ്പോയതോടെ എൻ്റെ നടുവ് ആ ചൂടുള്ള ഇരുമ്പ് ഭിത്തിയിൽ നേരിട്ട് തട്ടി. പൊള്ളുന്ന വേദന. പക്ഷേ ആ വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ കൈ എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വലിക്കുമോ എന്ന് മാത്രമായിരുന്നു ഞാൻ പേടിച്ചിരുന്നത്. സർവശക്തിയും എടുത്ത് ആ കത്തുന്ന ഭിത്തിയോട് ഞാൻ ചേർന്ന് നിന്നു. അവൻ്റെ ശരീരം വീണ്ടും ബോയിലറോട് ചേർത്തു. ബോയിലറിലേക്ക് പതുക്കെ അവൻ്റെ കൈകൾ കയറ്റി. ഇത്തവണ അത് എൻ്റെ കാലിൻ്റെ അരികിലൂടെ വയറ് വരെ എത്തി. ആ സ്പർശനത്തിൽ എനിക്ക് വല്ലാത്തൊരു ഇക്കിളി തോന്നി. അതേ കൂട്ടുകാരെ, മരണത്തിൻ്റെ കൈ തൊടുമ്പോൾ എനിക്ക് ഇക്കിളി അനുഭവപ്പെട്ടു. ആദ്യം ഞാൻ ആകെ പേടിച്ചു പോയെങ്കിലും പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ എത്ര ശ്രമിച്ചാലും അവൻ്റെ കൈകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉള്ളിലേക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവൻ്റെ ആ കയ്യിലെ ചെറിയ രോമങ്ങൾ എൻ്റെ ചർമ്മത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആ ഇക്കിളി, അത് സഹിക്കാൻ വയ്യാത്തതായിരുന്നു. പേടിയും ചിരയും നിറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ.
അല്പം ചിരി പുറത്തേക്ക് വരികയോ എൻ്റെ ശരീരം ഒന്ന് കുലുങ്ങുകയോ ചെയ്താൽ എല്ലാം തീരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ അവസ്ഥ എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല. സമയം അവിടെ നിലച്ചു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ മാറി മാറി അവൻ്റെ കൈകൾ ബോയിലറിനുള്ളിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. അവൻ്റെ നഖങ്ങൾ ചിലപ്പോഴൊക്കെ എൻ്റെ ശരീരത്തിൽ ഉരസുമ്പോൾ ചെറിയ പോറലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നെ പിടിക്കാൻ അവന് കഴിഞ്ഞില്ല. എൻ്റെ പോരാട്ടം അവിടെ അവസാനിക്കുകയായിരുന്നു. കൈകൾ തളർന്ന് താഴേക്ക് വീണു. ഞാൻ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ കടുവയുടെ കൈകൾ മിന്നൽ വേഗത്തിൽ ഉള്ളിലേക്ക് വന്നു. എൻ്റെ കൈമുട്ട് മുതൽ കൈത്തണ്ട വരെ ആഴത്തിൽ ഒരു പോറൽ പോറി. ഒരു കത്തുന്ന കമ്പി കൊണ്ട് വരഞ്ഞതുപോലെ എനിക്ക് തോന്നി. എന്നിട്ട് അവൻ കൈ പെട്ടെന്ന് പുറത്തേക്ക് വലിച്ചു. ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ചോരയുടെ ഗന്ധം അവനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. ആ ചെറിയ മുരൾച്ചയിൽ നിന്നും ഇപ്പോൾ അത് വലിയ ഗർജനമായി മാറി. അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ ബോയിലർ കുലുക്കുവാനും മാന്തി പൊളിക്കുവാനും മണ്ണ് മാന്തുവാനും തുടങ്ങി. ഇപ്പോൾ കടുവ അവിടെ കാണിക്കുന്ന ആവേശത്തിൽ വലിയൊരു ഉന്മാദമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിനിയും അധിക നേരം ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന തോന്നൽ എനിക്ക് തോന്നി. എന്നിൽ നിന്നും എൻ്റെ ബോധം പതിയെ മറയുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ നടന്ന വിചിത്രമായ ഒരു കാര്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? മരണത്തെ മുന്നിൽ കാണുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും മുന്നിൽ കാണാം എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ആ സമയം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് ആ ദൃശ്യങ്ങളൊന്നുമായിരുന്നില്ല. ഒരു വിശന്ന നരഭോജി കടുവ തറയിൽ കിടക്കുന്ന ഒരു മാംസപിണ്ഡത്തെ മാന്തിക്കീറുന്നു. ആ മാംസപിണ്ഡം ഞാനായിരുന്നു. ഞാൻ എൻ്റെ അവസാനത്തെ ധൈര്യവും സംഭരിച്ചു. തോറ്റുകൊടുക്കുവാനും ആ കടുവയ്ക്ക് ഭക്ഷണമായി തീരുവാനും എനിക്ക് മനസ്സില്ലായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം വല്ലാതെ തളർന്നു പോയിരുന്നു. എൻ്റെ മനസ്സ് അപ്പോഴേക്കും കൈവിട്ടു പോയിരുന്നു. എൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി വരാൻ തുടങ്ങിയ സമയം പുറത്തുനിന്നും ഒരു വലിയ വെടിയൊച്ച ഞാൻ കേട്ടു. അതോടെ എൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടമായി. പിന്നെ ഞാൻ ഒരു ശബ്ദം കേട്ടാണ് കണ്ണുകൾ തുറക്കുന്നത്. സമാധാനിക്കൂ സുഹൃത്തേ, അപകടം ഒഴിവായിരിക്കുന്നു. ഞാൻ കണ്ണുകൾ മെല്ലെ തുറന്നു. കേണൽ കാൾസൺ എൻ്റെ മേലേക്ക് കുനിഞ്ഞു നിന്ന് നോക്കുകയാണ്. അവൻ്റെ ഭാര്യയും അടുത്തുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ ബോയിലറിനുള്ളിലല്ല, അവരുടെ ബംഗ്ലാവിലാണ്. അവിടുത്തെ ഏതോ ഒരു മുറിയിലെ കട്ടിലിലാണ്. അവിടെ നിന്നവരുടെ എല്ലാ മുഖത്ത് വലിയ പേടിയും ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ജീവനോടെ ഞാൻ വന്നതിൻ്റെ ആശ്വാസവും അവരുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. ഞാൻ അനങ്ങാതെ അവരെ തന്നെ അങ്ങനെ നോക്കി നിന്നു. മറ്റൊരു വശത്തേക്ക് നോക്കുവാൻ പോലുമുള്ള ശക്തി എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ശരീരം മുഴുവൻ കത്തുന്നത് പോലെ തോന്നി. നടു ഒടിഞ്ഞു പോയെന്നാണ് ഞാൻ കരുതിയത്. കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മരിച്ചിട്ടില്ല. കാൺസൺ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ടാടാ, നീ പെട്ടെന്ന് സുഖമാകും. നീ ശരിക്കും ഒരു ഭാഗ്യവാൻ തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം അവിടെ നടന്ന കാര്യം എന്നോട് പറയുന്നത്. അതായത് എൻ്റെ ബോധം മറയുന്നതിന് മുന്നേ ഞാൻ കേട്ട ആ വെടിയുടെ ശബ്ദത്തിന് പിന്നിലെ ആ രഹസ്യം. നീ ശരിക്കും ഒരു ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. സത്യത്തിൽ കാൾസൺ അന്ന് തോന്നിയ ഒരു ചെറിയ ദഹനക്കേട് കാരണമാണ് അവൻ എന്നെ നോക്കി ഇറങ്ങിയത്. അതായത് എന്നെ അന്വേഷിച്ച് ആ ബംഗ്ലാവിലേക്ക് അദ്ദേഹം വന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും അവരുടെ കയ്യിൽ റൈഫിലുകളും ഉണ്ടായിരുന്നു. അവർ നടന്നു വരുന്ന വഴിയിൽ ആ ഫാക്ടറിയുടെ അടുത്ത് എത്താറായപ്പോഴേക്കും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം അവർ കേട്ടു. അവരുടെ കൈവശമുണ്ടായിരുന്ന റൈഫിലുകളുടെ സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്ത് അവർ അങ്ങോട്ട് മെല്ലെ നടന്നു. അവരെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കടുവ ഒരു ബോയിലറിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതും അതിനെ മാന്തുന്നതും അതിൻ്റെ വായ്ഭാഗത്തെ മണ്ണ് മാറ്റി ഉള്ളിലേക്ക് കയറാൻ നോക്കുന്ന കാഴ്ചയുമായിരുന്നു. അവർക്കെന്തോ പന്തികേട് തോന്നി. അതിലെന്തോ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ കാൾസൺ തൻ്റെ റൈഫിൽ മുകളിലേക്ക് ഉയർത്തി ഒരു വെടി പൊട്ടിച്ചു. ആ വെടിയുടെ ഒച്ചയിൽ ആ കടുവ അവിടെ നിന്നും പേടിച്ച് വനത്തിലേക്ക് ഓടി മറഞ്ഞു. ആ സമയത്താണ് അവർ ബോയിലറിനടുത്തോട്ട് വരുന്നതും ബോയിലറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എന്നെ അവർ കണ്ടതും. വളരെ പ്രയാസപ്പെട്ടാണ് ആ ബോയിലറിനുള്ളിൽ നിന്നും അവരെന്നെ പുറത്തെത്തിച്ചതെന്ന് അവർ എന്നോട് പറഞ്ഞു. നീ പെട്ടെന്ന് സുഖം പ്രാപിക്കും. നീ ഇപ്പോൾ സുരക്ഷിതനാണ്. ഈ സംഭവം കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു എസ്റ്റേറ്റിലെ മാനേജർ ആ നരഭോജി കടുവയെ വെടിവെച്ച് കൊന്നു. ആ വാർത്ത എന്നിലേക്ക് എത്തുകയും ചെയ്തു. ആ വാർത്ത വ്യക്തമായി ഞാൻ കേൾക്കുകയും ചെയ്തു. എന്നാൽ എനിക്കൊട്ടും സന്തോഷം തോന്നിയില്ല. ഈ സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും ആ സംഭവത്തെപ്പറ്റി ഓർക്കുമ്പോൾ ആ മരണത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ നഖം കൊണ്ടുള്ള പോറലുകൾ, ആ ചൂടുവായു നിറഞ്ഞ ആ ബോയിലറിൽ ഞാൻ കഴിച്ചു കൂട്ടിയ ആ സമയങ്ങൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും.
അപ്പോഴുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, എൻ്റെ ആത്മാവ് പോലും ആ ഭയത്തിൽ വിറച്ചു പോകും. ആ ചിന്തകൾ അത്രയും മണിക്കൂറോളം എന്നെ വിടാതെ പിന്തുടരുകയും ചെയ്യും. ഒരു പക്ഷേ കാൾസൺ അന്ന് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കഥ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അവസാനം കണ്ട ആ ചിത്രം പോലെ എന്നെ ആ കടുവ വലിച്ചു കീറി ഭക്ഷിച്ചനെ. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.